സർ, നിലമ്പൂരിൽ ബി.ജെ.പിയുടെ കൺവെൻഷനിൽ സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം പുകഴ്ത്തി. നല്ലത് ചെയ്താൽ നല്ലത് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ പുകഴ്ത്താൻ ആരംഭിച്ചത്. എന്തുകൊണ്ടായിരിക്കും സുരേഷ് ഗോപി അദ്ദേഹത്തെ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയെ ഇങ്ങനെ പുകഴ്ത്തിയതിന് കാരണം എന്താണ്? അതിന് പിന്നിലുള്ള ചേതോവികാരം? അല്ല, ഈ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണമല്ലോ. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെനിക്ക് തോന്നുന്നു അതൊക്കെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ടോ അല്ലേ? ഇപ്പോൾ തരൂര് മോദിയെ വാഴ്ത്തിയില്ലേ? അതെ, കോൺഗ്രസ്സുകാരന്തം വിട്ടുപോയില്ലേ? തരൂര് BJP-കാരനാണ്. തരൂര് മാത്രമല്ല, സൽമാൻ ഖുർഷിദ്, അസാസുദ്ദീൻ ഒവൈസി, കനിമൊഴി. അതെ, ഇപ്പൊ സ്റ്റാലിൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ ഉയറുകയാണ്. കനിമൊഴി BJP-യിലേക്ക് പോകുമോ എന്നാണ് സ്റ്റാലിൻ്റെ ഭയം. ഇവിടെ പക്ഷേ എനിക്ക് ഒരു സംശയം, സുരേഷ് ഗോപി അവിടെ വന്നിട്ട് നിലമ്പൂരിൽ വന്നിട്ട് ഈ മുഖ്യമന്ത്രിയെ വാഴ്ത്തിയത് തൃശ്ശൂർ പൂരത്തിൻ്റെ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു, അതിന് മുഖ്യമന്ത്രിയോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആരംഭിച്ചത്. പൂരം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? കുറച്ച് ദിവസങ്ങളായി. മെയ് മാസത്തിലാണ് പൂരം കഴിഞ്ഞത്. ഒരു മാസമായി പൂരം കഴിഞ്ഞിട്ട്. അതെ. അപ്പോൾ ഇപ്പോഴാണോ അഭിനന്ദന കത്ത് കൊടുക്കുന്നത്? അന്ന് വൈകിട്ട് തന്നെ പറയാം, അല്ല പിറ്റേ ദിവസം പറയാം, വെടിക്കെട്ടും കഴിഞ്ഞിട്ട് ഇതങ്ങ് പൊട്ടിക്കാവല്ലോ. അതും ചെയ്തില്ല, ഇപ്പോഴാണ് പറയുന്നത്. അന്ന് അദ്ദേഹം മന്ത്രി രാജനെ വലിയ രീതിയിൽ അഭിനന്ദിച്ചു. അത് ഇവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതെ, അന്നേരം തന്നെ പറയാമല്ലോ വാർത്താ സമ്മേളനത്തിൽ. അതെ, മുഖ്യമന്ത്രിയേക്കും അഭിനന്ദനം. ഇത് പ്രശാന്ത്, ഇത് തൃശ്ശൂർ പൂരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഴ്ത്താനും ഒക്കെ തുടങ്ങിയത് ഇപ്പോഴല്ലേ? പണ്ട് തൃശ്ശൂർ പൂരമൊക്കെ ഭംഗിയായിട്ട് തന്നെ നടന്നു പൊക്കൊണ്ടിരുന്നു. അതെ, ആരുടെ ഇടപെടൽ ഇല്ലാതിരുന്ന കാലത്ത് ഒരു പ്രശ്നം, ആരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിനന്ദനത്തിൻ്റെയും ഒന്നും ഇല്ലായിരുന്നു. അത് അതിൻ്റെ ഒരു ചിട്ടയായിട്ട് പരമ്പരാഗത ശൈലിയിൽ തന്നെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണയാണ്, അതായത് 2024 തൃശ്ശൂർ പൂരം മുതലാണ് കേരള രാഷ്ട്രീയത്തിൽ തൃശ്ശൂർ പൂരം ഇടം പിടിച്ചത്. അപ്പം ഇപ്പോൾ വന്നിട്ട് നിലമ്പൂരിലെ കൺവെൻഷനിൽ സുരേഷ് ഗോപി ഇതെടുത്ത് പറയുന്നതിനകത്ത് അങ്ങനെ അങ്ങ് നിസാരമാക്കി കളയണ്ട, ദോഷമല്ലാതെ എന്തോ ഒരു കാര്യം വരികൾക്കിടയിൽ കൂടെ വായിക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതെ, എന്തായിരിക്കാം അതിനകത്ത്? വേറെ ചില രാഷ്ട്രീയ മുഖ്യമന്ത്രിയെ ട്രോൾ ചെയ്താണോ അദ്ദേഹം? അതിനും ഒരു സാധ്യതയുണ്ടല്ലോ. അഭിനന്ദിക്കുമ്പോൾ അതെ, അതൊരു ട്രോളാക 2024 അല്ലേ? അതെ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലോ, നിങ്ങൾ പൂരം അലങ്കോലപ്പെടുത്തിയല്ലോ അല്ലേ? അതെ, പൂരം അലങ്കോലപ്പെടുത്തിയത് കൊണ്ടാണ് സുരേഷ് ഗോപി പാർലമെന്റിൽ എത്തിയെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അലങ്കോലപ്പെടുത്തി ഇത്തവണ നന്നായി നടത്തിയത് കൊണ്ടുള്ള അഭിനന്ദനമാണോ അല്ലേ? അതെ. അപ്പം ഈ പറഞ്ഞതുപോലെ ഒന്ന് ആക്കിയതാണോ എന്ന് വേണമെങ്കിലും പറയാം. ഇനി അതല്ലാതെ അതിനകത്ത് വേറെ എന്തെങ്കിലും ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലേ? എന്താണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? അല്ല, അവിടെ ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് സ്വരാജിന് വലിയ തോതിൽ, സ്വരാജിനെന്നുള്ളതല്ല, ഇപ്പോൾ എവിടെ ഇലക്ഷൻ നടന്നാലും ഭരണവിരുദ്ധ തരംഗം, വികാരം വളരെ ശക്തമാണ്. അത് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അതിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ. പക്ഷേ എനിക്ക് തോന്നുന്നത് സ്വരാജിന് അവിടെ CPM-ന് വിജയിക്കണമെങ്കിൽ കൃത്യമായിട്ട് മുസ്ലിം വോട്ട് വലിയ തോതിൽ കിട്ടണം. മുസ്ലിം വോട്ട് കിട്ടിയില്ലെങ്കിൽ സ്വരാജിന് അവിടെ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ സുരേഷ് ഗോപി എന്തുദ്ദേശിച്ചാണ് ഇത് പറഞ്ഞത്? മുഖ്യമന്ത്രിയെ ഇങ്ങനെ വാഴ്ത്തുന്നതിൻ്റെ പുറകിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം. അത് മുഖ്യമന്ത്രിയെ വാഴ്ത്തിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം വായിച്ചെടുക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. അവിടെ സ്വരാജിനെ അങ്ങ് ജയിപ്പിച്ചങ്ങെടുക്കുക എന്നുള്ളതും പിണറായിക്ക് വലിയ താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതൊന്നും നമുക്ക് പറയാം. ഈ അന്തർനാടകങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ സാർ. അല്ല, അന്തർനാടകം കാണുന്നതല്ലേ നമുക്ക് മനസ്സിലായത്. ഇപ്പൊ സ്വരാജ് ബദലായിട്ട് വരുന്നത് ഒരാളാണ് പിണറായി. അല്ല, സ്വരാജ് എങ്ങനെ വളർന്നു വരുന്നത് പിണറായി പക്ഷത്തുള്ള ചില ആൾക്കാർക്ക്, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മരുമകനും മറ്റുമൊക്കെ അത് വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് പൊതുവേ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട്. വലിയ നല്ല താല്പര്യമേ ഇല്ല. അപ്പൊ ആ മുള നുള്ളിക്കളയണം.
ചിലരെയൊക്കെ ഒതുക്കിയിട്ടുണ്ടല്ലോ പിണറായി വിജയൻ. നമ്മൾ പി ജയരാജന്റെ കാര്യത്തിൽ അത് കണ്ടതാണ്. വടകരയിൽ മത്സരിച്ച് പി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് പിടിച്ചുകൊണ്ടുവന്ന് വടകരയിൽ സ്ഥാനാർത്ഥിയായി. തോറ്റു കഴിഞ്ഞിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയിലേക്ക് പോയില്ല. പക്ഷേ എം വി ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നു. തിരിച്ചത് കഴിഞ്ഞ് മത്സരിക്കാനും ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നീട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് പോവുകയും ചെയ്തു. ഒന്ന് ആലോചിക്കേ, അദ്ദേഹം ഇപ്പോൾ വലിയ പോസ്റ്റിലേക്കൊക്കെ വന്നിരിക്കുകയാണ്. അപ്പം എന്നിട്ട് പി ജയരാജനെ എവിടെ വരെ കൊണ്ടുവന്ന് ഒതുക്കി? ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ. ചെറിയാമ്പലിപ്പിന് പോലും വേണ്ടാത്ത സാധനം ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തി. അത് കൊടുത്ത് ഇരുത്താൻ നോക്കിയപ്പോഴാണ് ചെറിയാമ്പലിപ്പ് അവിടെ നിന്നെല്ലാം കളഞ്ഞിട്ടിങ്ങി പോകുന്നത്. അതെ, ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് പോകുന്നു പറഞ്ഞു. ശോഭന ജോർജിനെ പോലുള്ളവർക്ക് കൊള്ളാം, അവർക്ക് കൊടുക്ക്. അവരിങ്ങനെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന് ആ ഒരു ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട്. അതും സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ തന്നെയാണ്. അവർ ചെങ്ങന്നൂരിലെ കോൺഗ്രസിൻ്റെ എല്ലാ ഇതും പറ്റി ഒടുവിൽ വന്ന് പുറത്തായപ്പോഴേക്കും സി പി എമ്മിലേക്ക് പോയി. ഇതും കെ വി തോമസും ഒക്കെ തന്നെ ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ തന്നെയല്ലേ, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. അപ്പം ഇത്തരത്തിൽ അപ്പം ഒതുക്കേണ്ടവരെ ഒതുക്കി. 2021 ഐസക്കിനെ ഒതുക്കി, ജി സുധാകരനെ ഒതുക്കി. ശൈലജ മത്സരിച്ചു, വിജയിച്ചു വന്നെങ്കിലും മന്ത്രിപ്പട്ടമില്ല. അവിടെ MLA-മാരുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ഇതിനി പിന്നെ മരുമകനെ ഇനി അരിയിട്ട് വാഴ്ച നടത്തുന്നിടം വരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. 2014 ബേബിയെ ഒതുക്കിയില്ല, MA ബേബിയെ കൊല്ലത്തുകൊണ്ട് മത്സരിപ്പിച്ചു പരനാറി പ്രയോഗത്തിലൂടെ. എല്ലാവരും വിചാരിച്ച് പ്രേമേന്ദ്രനെ വിളിച്ചതാണല്ലേ. പ്രേമേന്ദ്രനെ വിളിക്കുന്നു, പക്ഷേ അത് പണി ബേബിക്ക് കിട്ടി. കാരണം പ്രേമേന്ദ്രൻ്റെ മൈലേജ് കൂടി. 2019 ചെന്നിട്ട് വിളിക്കുകയല്ല, ചോദിച്ചു പത്രം പരനാറി എന്നും പരനാറിയാണ്. അപ്പോൾ പ്രേമേന്ദ്രൻ പരനാറിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ പരനാറിയുടെ ഭൂരിപക്ഷം കൂടുകയും ചെയ്തു, പിണറായിയുടെ ലക്ഷ്യം സാധിക്കുകയും ചെയ്തു. MA ബേബിയെ ഒതുക്കി. ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആർക്ക് വേണം? പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി മാത്രമുള്ള പാർട്ടിയുടെ ദേശീയ ജനറൽ എത്രയോ പേര് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നു. പോട്ടെ, EMS ഒക്കെ ഇരുന്നിട്ടുണ്ടല്ലോ. EMS ഒക്കെ ഇരിക്കുന്ന കാലത്ത് EMSൻ്റെയൊക്കെ ഒരു മൈലേജും EMSനെ കാണുന്നതുമായ രീതിയിലാണോ ഇപ്പോൾ MA ബേബിയെ കാണുന്നത്? പാർട്ടിയുടെ ഒരു കെട്ടിട ഉദ്ഘാടന സമയത്ത് പോലും MA ബേബി ഓഡിയൻസ് ആൾക്കാരുടെ ഇടയിൽ നിൽക്കുകയാണ്, പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പോലും. ഇന്നിപ്പോൾ പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവും എല്ലാം പിണറായി വിജയനാണ്. സംശയം സാർ, നമുക്ക് നിലമ്പൂരിലേക്ക് വന്നാൽ സുരേഷ് ഗോപി ഒന്നും കാണാതെ ഇങ്ങനെ പറയില്ല. അതിൻ്റെ പുറകിൽ എന്തോ ഒരു പണിയുണ്ട്. അപ്പോൾ ഹിന്ദു വോട്ടുകൾ ഭിന്നിപ്പിക്കുക, അതോ മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണോ? രണ്ടും നടക്കുന്നുണ്ട്. രണ്ടും നടക്കും. അതായത് പിണറായി വിജയൻ തൃശ്ശൂർ പൂരം ഭംഗിയായിട്ട് നടത്തി എന്നെ കഴിഞ്ഞ തവണ വിജയിപ്പിച്ച് തന്നതുപോലെ ഇക്കുറിയും എന്നോടൊപ്പം തന്നെയാണ് എന്ന് സുരേഷ് ഗോപി പറയാതെ പറയുക. അതായത് നിങ്ങൾ വിശ്വസിച്ച് പിണറായി വിജയന് വോട്ട് കൊടുക്കണ്ട, അദ്ദേഹം കേന്ദ്രം പറയുന്നത് പോലെ കേൾക്കുകയുള്ളൂ, കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എന്നൊരു സന്ദേശമാണ് സുരേഷ് ഗോപി കൊടുത്തതെന്നാണോ അങ്ങ് പറയുന്നത്? പിന്നെ അതുമല്ല, പിന്നെ ഇത്രയും നാളായിട്ട് പറയാതിരുന്ന കാര്യം ഇത് വേറെങ്ങും വെച്ച് പറയാം. ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം നിലമ്പൂരിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ, വേറെ എങ്ങും വെച്ച് പറയാൻ പറ്റിയില്ല. ഇതിനിടയ്ക്ക് എല്ലാം കേരളത്തിൽ മിക്കവാറും ദിവസങ്ങളിലുണ്ട്. BJP-യുമായിട്ട് പിണറായി വിജയൻ ഒരു അന്തർധാര ഉണ്ടെന്നാണ്. അതിനിടയ്ക്ക് ഒരു BJP-യുടെ നേതാവ് തന്നെ ഇടയ്ക്ക് പറഞ്ഞു സ്വരാജ് ജയിക്കുമെന്ന്. BJP-യുടെ ഒരു നേതാവ് നിലമ്പൂരിൽ പറഞ്ഞു സ്വരാജ് ജയിക്കുമെന്ന്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കണ്ടേ? ഇത് ആർക്കോ ഉള്ളൊരു പണിയാണ് എന്നുള്ളതാണ്. അത് നമ്മൾ ഇതുവരെയുള്ള പിണറായി വിജയൻ്റെ ഈ പാരവെക്കുന്ന ചരിത്രം നോക്കിക്കഴിയുമ്പോൾ ഇത് സ്വരാജിനിട്ട് പണിയാൻ തന്നെ വന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷൗക്കത്ത് വിജയിച്ചു അല്ലേ. ഇനി അൻവർ ഏത് രീതിയിൽ കളിച്ച് എത്ര വോട്ട് നേടുന്നെന്നുള്ളതും കൂടി അറിയണം. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.